ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാ അവള് വന്ദന ജഗനെ ഈ പണിക്ക് ഉന്തിത്തള്ളി വിട്ടിരിക്കുന്നത്. അവക്ക് ജയിക്കാനല്ല, നിന്നെ തോപ്പിക്കാൻ. അച്ഛനെയും മകനെയും എന്നേക്കുമായി പിരിക്കാൻ. നാളെ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങണം. നമുക്ക് ഒരുമിച്ച് പോവാം. എനിക്ക് ശമ്പളമൊന്നുമില്ലേ? ഉണ്ടല്ലോ. മോക്കുള്ള ശമ്പളം. താങ്ക് യു അങ്കിൾ. വന്ദനേ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. രൂപയുണ്ട്. നിങ്ങൾ 50 രൂപ എടുത്തിട്ട് ബാക്കി ഇവന് കൊടുത്തേക്ക്, എന്റെ പിച്ചക്കാശായിട്ട്. ബാക്കി നിങ്ങൾ തന്നെ അങ്ങ് വെച്ചോ. ഇവിടെ പിച്ചക്കാശ് എടുക്കാറുമില്ല, പിച്ചക്കാരുമില്ല. ഞാൻ വിളിക്കാം. ഞാനിപ്പോ വീട്ടിലെത്തി. പറഞ്ഞോ കർണാര. അച്ചിയും കുട്ടി വാടക വീട്ടിൽ പൊറുക്കാൻ പോയ ജഗന് വേലയും കൂലിയും വല്ലതും ആയോടാ? അതോ രണ്ടും പട്ടിണിയാണോ? നീ വല്ലതും അന്വേഷിക്കുന്നുണ്ടോടാ? സ്വന്തം തന്തയോട് നെറിയേട് കാണിച്ചിട്ടാണ് അവൻ പോയതെങ്കിലും, അല്ല ചത്തോ അതോ ജീവിച്ചിരിപ്പുണ്ടോന്ന് നമ്മളെങ്കിലും ഒന്ന് അന്വേഷിക്കണമല്ലോ. എനിക്ക് വേറെ പണിയുണ്ട്. അവനൊക്കെ ചത്താലും ജീവിച്ചിരുന്നാലും എനിക്കൊരു ചുക്കൂല്ല. പുകഞ്ഞ ഉള്ളി പുറത്ത്, അത്രേ ഉള്ളൂ. ഒരു വിശേഷം ഉണ്ടടാ. എന്ത്? ഏതോ ഒരു വർക്ക്ഷോപ്പില് നക്കാപ്പിച്ച ശമ്പളത്തിന് അവൻ മെക്കാനിക്കൽ ട്രെയിനി ആയിട്ട് കേറി. എന്താടാ നീ ചിരിക്കുന്നേ? അമ്മായിയപ്പന്റെ പണിക്ക് തന്നെ ദൈവം മരുമോനം കൊണ്ട് ചാടിച്ചല്ലോ. അവർക്കൊക്കെ അഭിമാനിക്കാം. കഷ്ടം. അങ്ങനെ അങ്ങ് തള്ളി കളയാതടാ. ചേച്ചി, കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവ് കരിയുടെയും പുകയുടെയും മണക്കൊന്ന് ആസ്വദിക്കട്ടെ ചേച്ചി. അതെ, കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുമെന്നുള്ള കാര്യം ചേച്ചിക്കറിയാലോ. അവനൊരു 3-ാം കിട വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന കണ്ടപ്പോ മനസ്സിനൊരു വിഷമം. ആണോ? ഒന്നും അല്ലെങ്കിലും അവൻ സ്വന്തം അനന്തരവനല്ലേ. അങ്ങനെ ഇപ്പൊ സിമ്പതി തോന്നേണ്ട കാര്യമൊന്നുമില്ല. മര്യാദയ്ക്ക് എന്നോടൊപ്പം നിന്നിരുന്നെങ്കിൽ അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞാൻ അവനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയനെ. ഇനി അതില് അവന് തൃപ്തിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്ത് കൊണ്ടിരുത്തിയനെ ഞാൻ. അതൊക്കെ എനിക്കറിയാൻ കർണാര. എനിക്കെന്നല്ല, ഈ നാട്ടിലെ എല്ലാ കുട്ടിപ്പിശാചുകൾക്കും അറിയാം. അവന് മാത്രം അറിയില്ലായിരുന്നു അത്. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാ അവള് വന്ദന ജഗനെ ഈ പണിക്ക് ഉന്തിത്തള്ളി വിട്ടിരിക്കുന്നത്. അവക്ക് ജയിക്കാനല്ല, നിന്നെ തോപ്പിക്കാൻ.
അച്ഛനെയും മകനെ എന്നേക്കുമായി പിരിക്കാൻ. ഭർത്താവായ ജഗനോട് അവക്ക് ഒരു തരിമ്പ് പോലും സ്നേഹമില്ല. അവള് ജഗന്റെ കയ്യിൽ കരി പുരട്ടുന്നത് നിന്റെ മുഖത്ത് കരിവാരി എറിയുന്നതിന് തുല്യ. അതേടാ, നിന്നെ പരമാവധി നാണം കെടുത്താനാ അവളുടെ പരിപാടി. അറിയാൻ ചേച്ചി, എന്നെ നാണം കെടുത്താൻ അവളുടെ അച്ഛൻ മാധവൻ നായരും പരമാവധി മെനക്കെടുന്നുണ്ടല്ലോ. വന്ദനയുടെ കണക്കായിട്ട് അവളുടെ പങ്കും. രണ്ടിനെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്നുള്ള കാര്യം ചേച്ചിക്ക് അറിയാലോ. അറിയാം. ആ അത് മതി. ഇതെപ്പോ വന്നു? മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ മാധവേട്ട, എന്തു പറ്റി? ഇന്നും ജോലി സ്ഥലത്ത് നല്ല വർക്കുണ്ടായിരുന്നേ. സെക്യൂരിറ്റി പണിക്ക് പോകുന്ന മാധവേട്ടൻ മറ്റു പണികളൊക്കെ ചെയ്യാൻ പോകുന്നത് എന്തിനാ? ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും പറ്റില്ല ചന്ദ്രു. സെക്യൂരിറ്റി യൂണിഫോം ഇട്ടാലും അവര് പറയുന്ന വേറെ പണികളൊക്കെ ചെയ്തേ പറ്റൂ. അങ്ങനെ താങ്ങാൻ കഴിയാത്ത പണിയാണെങ്കിൽ ഈ സെക്യൂരിറ്റി പണി അങ്ങ് നിർത്തും മാധവേട്ട. സെക്യൂരിറ്റി പണി നിർത്താന്ന് അച്ഛൻ സമ്മതിക്കും. അത്രയ്ക്കടുത്ത പൊന്താത്ത പണിയല്ലേ ആ കോൺട്രാക്ടർ അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. പണി നിർത്താതെ വേറെ നിവൃത്തില്ല. ചന്ദ്രു, കഷ്ടപ്പാടോർത്ത് ഈ പണി ഇപ്പൊ കളഞ്ഞിട്ട് വന്നാലേ വേറൊരു പണി എവിടെ കിട്ടും? ഈ പ്രായത്തിൽ ഇനി ആരും എനിക്ക് പണി തരില്ല. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ മുന്നോട്ട് പോവുകയേ മാർഗമുള്ളൂ. എന്നിട്ടും പണി വിടാൻ ഭാവമില്ല. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അച്ഛൻ്റെ ഈ പണിക്ക് പോക്ക് നിർത്തണം. വെറുതെ മനുഷ്യനെ നാണം കെടുത്താൻ ഈ സെക്യൂരിറ്റി പണി തെറിപ്പിച്ചേ പറ്റൂ. മാനത്തെ കൊട്ടാ